എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മച്ചി കംപ്ലൈന്റ് കൊടുത്തോളാം പറയുമ്പോൾ ഇന്നിപ്പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്തു നടക്കുന്ന അല്ല എന്റെ പണി. ഞാനേ പ്രശ്നേഷ് അല്ലാന്ന്. അയ്യോ അയ്യോ അമ്മ തഗ്ലീഫ് വേണ്ടാ. ആള് യൂട്യൂബില് വീഡിയോ ആളുടെ കണ്ടിട്ടുണ്ടാവുകയെ. അപ്പൊ ടൈറ്റിലോ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും പ്രശ്നങ്ങളുമായി. അത് കണ്ടിട്ടാണ് നിന്നെ പോലെ വെറുതെ കേസ് കൊടുക്കുന്ന പ്രശ്നേഷല്ല. കൊടുത്തു നടക്കുന്ന അല്ല എന്റെ പണി. ഞാനേ പ്രശ്നേഷ് അല്ലാന്ന്. അയ്യോ റോക്സ്. വേറെന്താ എനിക്ക് അതിശയപ്പെടുന്ന ഒരു അടുത്ത കോൺവെർസേഷൻ ബിറ്റ്വീൻ മദർ ഈസ് എന്തായിരുന്നു അറിയോ? ഇപ്പൊ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം? അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഡിവോഴ്സ് ആണ് തോന്നുന്നു. ഐ ഡോണ്ട് നോ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡിവോഴ്സ് ആണ്, ഭർത്താവില്ല തോന്നുന്നു. അപ്പൊ ഞാൻ ഫാമിലി ആയിട്ട് ഭാര്യയോടൊപ്പം കഴിയണത് അമ്മയ്ക്ക് അസൂയാണോ ചോദിക്കും. അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ആക്ച്വലി ഈ മാതിരി കോൺവെർസേഷൻ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ, പക്ഷെ അത് പേഴ്സണൽ സ്പേസിലായിരിക്കും. കൈൻഡ് ഓഫ് കോമഡി ആയിട്ട് പറഞ്ഞിട്ട് പോകുന്നതാണ്, അമ്മയും മക്കളെ കൂടി പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ ഇത് പബ്ലിക്കായി പറയുന്നത് കുറച്ച് ചീപ്പായി. ആളുടെ മനസ്സിൽ കുറെ കാലം ഈ ഡൗട്ട് ഉണ്ട് തോന്നുന്നു. അത് കാരണം തോന്നുന്നു ഇത് ചോദിച്ചത്. അമ്മയ്ക്ക് അസൂയുണ്ട് എന്നെയും ഞാനും വൈഫുമായിട്ട് കഴിയണത്. കാരണം അമ്മ സിംഗിൾ അല്ലേ ഇപ്പോ. എന്തോന്നാടാ ഇത്? ആളും ഉണ്ടാ അങ്ങനെയൊക്കെ ചോദിക്കാൻ. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ റെബി. ഹായ് ബ്രോസ്, ഹൗ ആർ യു ഗൈസ്? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാ പറഞ്ഞാ, പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ പറഞ്ഞു, അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവനായി. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ചാനലിൽ ഏകദേശം മൂന്ന് വീഡിയോ ഉണ്ട് തോന്നുന്നു നമ്മുടെ പ്രശ്നേഷിനെ കുറിച്ച്. ഓർമ്മയുണ്ടാ? മറ്റേ ഓക്കെ, ആള് ചോദിക്കണ വന്നിട്ട് വിസിൽ ഇത് യൂസ് ചെയ്യാനുള്ളതാണോ? അത് പിന്നെ യൂസ് ചെയ്യാനുള്ളതല്ലേ രോഹിത്? അല്ല, ഇതിങ്ങനെ തരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസർ എങ്കിലും തന്നിരുന്ന ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, ആള് ചോദിക്കണ വന്നിട്ട് എനിക്കെന്താ പറയാനുള്ളത് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി മാറ്റർ ഒന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ പങ്കുവെക്കാൻ പാടില്ല, പറയാൻ പാടില്ല. അത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ, കാരണം പലവർക്കും പല സജഷൻസ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാവും. മോർ ഓവർ ഇറ്റ്സ് ദയർ പേഴ്സണൽ ബിസിനസ്. സോ പേഴ്സണൽ സംഭവങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ അത് വന്ന് കൈൻഡ് ഓഫ് പബ്ലിക് അസറ്റ് മാതിരിയാവും. പിന്നെ പലവരും പല സംഭവങ്ങളും ഒപ്പീനിയൻസ് ഒക്കെ പറയും. അപ്പോ ഇതെന്താ സംഭവം? ഇതെന്താ പറയുക സംഭവം? ഫസ്റ്റ് ഞാൻ ആളുടെ യൂട്യൂബ് ചാനൽ നോക്കിയപ്പോ വീഡിയോ കണ്ടുട്ടാ. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. അതില് അതിന്റെ ടോപ്പിൽ എഴുതിയിരിക്കുന്നു പാർട്ട് 1. അപ്പൊ ആള് കരുതിക്കൂട്ടിട്ട് തന്നെയാണ് ഒരു വീഡിയോ ഇട്ടിട്ട് ഫാമിലി ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ട് പാർട്ട് 1 പറയുന്നതില് സങ്കടം പറയുന്നത്. വീഡിയോ ഒക്കെ എടുത്തിട്ട് പാർട്ട് 1 പറഞ്ഞാൽ ആളെല്ലാം കരുതിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ആൾക്കറിയാം സംഭവങ്ങളൊക്കെ, എന്ത് പറഞ്ഞാൽ എവിടെ എന്ത് പറഞ്ഞാൽ ഹിറ്റാവും പറഞ്ഞിട്ട് ആള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പാർട്ട് 1. ഞാൻ ചാനലിൽ പോയി നോക്കിയപ്പോ ടൈറ്റിലൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ തമ്മിലിൽ റൈറ്റ് സൈഡിൽ പാർട്ട് 1 ഇട്ടപ്പോഴേ ചിരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. മനുഷ്യനാ പറഞ്ഞ ചിരി വരില്ല. അപ്പൊ ആളിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് എന്താ പറയാ, ഒന്നും പറയാനില്ല. ആള് സ്വന്തം അനിയത്തിനെ കൂടെ ബാക്കി വെക്കില്ലാവോ? പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ പറഞ്ഞു. എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കൂടപ്പറപ്പിനെയൊക്കെ വിറ്റ് കൊണ്ടുള്ള ഈ കച്ചവടം അത് കുറച്ച് മറ്റേ എന്തുപോലെ ഉണ്ടെന്നറിയോ? തെമ്മാടിത്തരം. ഇത് ഈ പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. കൂടപ്പറപ്പിനൊക്കെ ഇങ്ങനെ വിറ്റ് പൈസ അനിയത്ത് കുറച്ച് ഈ ഒരു കമന്റ്, കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്തു. എത്ര പേർക്ക് യോജിപ്പുണ്ട് പറഞ്ഞ കമന്റ് ബോക്സ് പറയാ. ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഹി നോസ് ഹൗ ടു ഡു ഓൾ കൈൻഡ് ഓഫ് തിങ്സ് ടു ഗെറ്റ് അറ്റൻഷൻ ഫ്രം ദ പീപ്പിൾ ഓൺ ദ സോഷ്യൽ മീഡിയ. അവരുടെ ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻ ആൻഡ് ദെയർ ലൈഫ് അല്ലേ, അവർക്ക് എന്ത് പണിയാ. പക്ഷെ
ഇത് ട്രൂ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അനീതി സംസാരിക്കണ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ ലീക്ക് ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ. നമുക്കത് ഫസ്റ്റ് നോക്കാം. ക്ലീൻ ഹൗസ് എന്ന് പറയുന്ന ഈ ക്ലീനിങ് വർക്ക് ഒക്കെ ചെയ്യുന്ന രോഹിത്തിന്റെ സഹോദരിയാണ് സംസാരിക്കുന്നത്. അതെ, അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചുകൊണ്ട് പോകും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെ അല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്നത്. ഷോ ഇത് ടോട്ടലായിട്ട് എനിക്ക് ചിരിച്ച് മനുഷ്യനെ കൂപ്പാട് ഇളക്കി അങ്ങനെയായിരിക്കും. അയ്യോ എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടാവും അന്നത്തെ വീഡിയോ സമയം. സാനിറ്റൈസർ അടിച്ച് വിസിലില് സാനിറ്റൈസർ അടിക്കണം, ടിഷ്യൂ വേണം, കയ്യില് സാനിറ്റൈസർ അടിക്കണ സംഭവമാണ്. അപ്പൊ ആള് വീട്ടിലെങ്ങനെയാണ്? പ്രശ്നം എന്നാ നിനക്ക് ഞാൻ 100 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ, ഫ്രീസറിൽ പാല് കയറ്റുന്നതിന് മുമ്പായിട്ട് സോപ്പിട്ട് കഴുകി സെറ്റ് ആക്കിയിട്ട് മാത്രമേ കയറ്റാവുള്ളൂ. വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാൾ. എന്തുപടി കാണിക്കാൻ പോണ? പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടാണ് ചൂട് കറി ഒഴിക്കുന്നത്? നിനക്ക് വല്ല ബോധം? അപ്പോ പ്രശ്നേഷന്റെ പ്രശ്നങ്ങളുമായി ഇത് വന്നിട്ട് ഞാൻ ടൈറ്റിൽ വന്നിട്ട് ഏകദേശം പാർട്ട് 1 ഇടാം. ഓക്കെ, അവർക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, നമുക്ക് കൂടാ. സോ ദിസ് ഈസ് ദ പാർട്ട് 1 വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ കാണാം. അപ്പോ അത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടവരുടെ കമന്റ് ബോക്സിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമന്റ് ബോക്സിൽ. പിന്നെ എത്ര പേര് മിസ് ചെയ്ത് പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയാ. പിന്നെ day before yesterday, I'm back, baby. It's me, your AB. Bye, bros. Love you guys.